ഇതിപ്പോൾ 7 ദിവസമൊക്കെ കഴിഞ്ഞ് മക്കൾ ഫ്രീ സിം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആർട്ടിമിയോ കൊടുത്ത് തുടങ്ങാം. അത്യാവശ്യം മക്കളെ കിട്ടിയിട്ടുണ്ടേ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കോയി ഏഞ്ചൽ ഫിഷിൻ്റെ ബ്രീഡിംഗ് പ്രോസസ്സാണ്. ഇന്ന് ഞാൻ കാണിക്കുന്നത് എഗ്ഗ് എങ്ങനെ മാറ്റി വെച്ച് വിരിയിക്കുക എന്നുള്ളതാണ്. എഗ്ഗ് ചെയ്യാനായിട്ട് ടൈൽസ് ആയിരുന്നു കേട്ടോ വെച്ച് കൊടുത്തത്. ആ എഗ്ഗ് നമുക്ക് അക്വേറിയത്തിലോ ചെറിയ ടാങ്കിലോ ബേസണിലേക്കോ ഒക്കെ മാറ്റിയാണ് കേട്ടോ പിന്നെ ചെയ്യേണ്ടത്. മുട്ടകൾ മാറ്റി വെക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. മുട്ടകൾക്ക് കേടുപാട് സംഭവിക്കാതെയും വളരെ വൃത്തിയായിട്ടുള്ള വെള്ളത്തിലേക്കുമാണ് കേട്ടോ നമുക്കിത് മാറ്റി വെക്കേണ്ടത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാരന്റ്. ഇതിപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ചെറുതായിട്ട് അവർ അനങ്ങുന്നുണ്ട്. ആ വൈറ്റ് കളറിൽ കാണുന്നതൊന്നും ഇനി വിരിയില്ല കേട്ടോ. ആദ്യ ദിവസങ്ങളിൽ നോക്കുമ്പോൾ മുട്ടകളൊക്കെ നമുക്ക് ചെറിയ ചെറിയ കുത്തുകൾ പോലെയായിട്ടാ തോന്നുക. പിന്നീട് ദിവസങ്ങൾ കഴിയുന്തോറും നമുക്ക് മുട്ടയ്ക്കുള്ളിലെ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റ് കാണാൻ കഴിയും. ഇങ്ങനെ എഗ്ഗ് മാറ്റി വെച്ച് ഏകദേശം 6-7 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾ ഫ്രീ സിമ്മായി കിട്ടും കേട്ടോ. ഇങ്ങനെ ഫ്രീ സിമ്മായി തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ആർട്ടിമിയൊക്കെ കൊടുക്കേണ്ടത്. ഇങ്ങനെ ഫ്രീ സിം ആവുന്നതിന് മുമ്പ് അവയുടെ ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്ന യോക്സാക്കിൽ നിന്നാണ് കേട്ടോ അവർക്ക് വേണ്ട ന്യൂട്രീഷൻ കിട്ടുന്നത്. ഇപ്പോൾ വീഡിയോയിൽ കാണിച്ച പോലെ ഫ്രീ സിമ്മായി തുടങ്ങിയാൽ നമുക്ക് 2 നേരമൊക്കെ വെച്ചിട്ട് ആർട്ടിമിയോ കൊടുത്തു തുടങ്ങാം കേട്ടോ. ഇനി ആ ടൈൽസിൻ്റെ പീസൊക്കെ മാറ്റി വാട്ടർ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചാൽ നമുക്ക് മുഴുവൻ കുഞ്ഞുങ്ങളെയും കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ആർട്ടിമിയും കൊടുക്കണം കേട്ടോ. ഏഞ്ചൽ ഫിഷിൻ്റെ ബ്രീഡിംഗ് പ്രോസസ്സ് ശരിക്ക് കണ്ടിരിക്കുന്ന നല്ല രസമാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് എഗ്ഗ് മാറ്റി വെച്ചതിന് ശേഷം ഒരു 6-7 ദിവസത്തെ വീഡിയോ മുഴുവനായിട്ട് അതിലുണ്ട് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് അടിക്കാനും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുതേ. ഇപ്പോൾ കാണിക്കുന്നത് കോഴി ഏഞ്ചലിൻ്റെ തന്നെ വേറൊരു പെയറാണ് കേട്ടോ. ഇതിൽ അത്യാവശ്യം മക്കളുണ്ട്. ഇവർ മക്കളെ നല്ല പോലെ കെയർ ചെയ്യേ. ഈ കാണുന്നതൊക്കെ അവരെ മുന്നത്തെ ബ്രീഡിങ്ങിലുണ്ടായിരുന്ന മക്കളാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ. ഇനി കാണുന്നത് ബ്ലാക്ക് വോൾട്ടൈൽ ഏഞ്ചലാണ് കേട്ടോ. ഇവർ 2-3 ദിവസമൊക്കെ എഗ്ഗ് കൊണ്ടുവന്നു, പിന്നെ അവർ കഴിച്ചു കേട്ടോ. ഇവരുടെ കാര്യവും അതുപോലെ തന്നെ, ഇവരും എഗ്ഗ് ചെയ്തു, അത് അവർ തന്നെ കഴിച്ചു. ഇനി കാണിക്കുന്നത് ബ്ലാക്ക് വോൾട്ടൈലിൻ്റെ വേറൊരു പെയറാണ് കേട്ടോ. ഇത് ഇവർ മക്കളായതിനു ശേഷമാണ് കേട്ടോ ഞങ്ങൾ മാറ്റിയിട്ട്, മക്കളായതിനു ശേഷം ഇനി കഴിച്ചാലോ എന്നുള്ളതിൽ മാറ്റിയിട്ടതാണ് കേട്ടോ. ഇതും അത്യാവശ്യം മക്കളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെയൊക്കെ വളർച്ചയുടെ അടുത്ത ഘട്ടങ്ങൾ പിന്നീട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ.